നമസ്കാരം. റെഡ് കാർപ്പറ്റിന്റെ ഒരു കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ ഇങ്ങനെ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ സെലിബ്രിറ്റി ഗസ്റ്റുകളെ വിളിക്കാനുള്ള സമയമായി. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ലെറ്റ്സ് വെൽക്കം അച്ചു വർഗീസ് ആൻഡ് ഷംന കാസിം. അതിന്റെ ഡാൻസ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ കണ്ടല്ലോ സിനിമയിലൊക്കെ ഭയങ്കര ഡാൻസ് പുറത്ത് പറയാൻ പറ്റില്ല ഷൂട്ട് ചെയ്ത് എങ്ങനെയാണ്. ഷംന, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഷംനയുടെ പിന്നെ സ്വന്തം ഫാമിലി പോലെയാണ് അമൃത TV, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഹാപ്പി ആണോ? തിരിച്ച് കുറെ നാളിന് ശേഷമാണോ ഇങ്ങോട്ട് വരുന്നത്? ഇപ്പൊ കുറച്ച് നാളിന് ശേഷമാണ് വരുന്നത്. പക്ഷെ എന്നാലും ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ വീണ്ടും 2006 ഒക്കെ ഓർമ്മ വരും. സൂപ്പർ ഡാൻസ് അതിപ്പോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതേ ഫ്ലോർ, ഇതേ സ്ഥലം. എനിക്ക് തോന്നുന്നു സ്വാസികനാകാട്ടി സീനിയർ ആണ് ഞാൻ ഇവർക്ക് ആസ് എ കണ്ടസ്റ്റന്റ് വന്നു. ആൻഡ് ഈ ഫ്ലോറിൽ ഐ തിങ്ക് കേരളത്തിലെ എല്ലാവരും എന്നെ ഒരു ഡാൻസറാണെന്ന് അറിയിപ്പിച്ച ഒരു ഫ്ലോറാണിത്. ആൻഡ് ഓൾവേസ് അമൃത എൻ്റെ ഇറ്റ്സ് ജസ്റ്റ് മൈ ക്ലോസ് ടു മൈ ഹാർട്ട് എവറി ടൈം. എപ്പോഴും എൻ്റെ ക്ലോസ് തന്നെയാണ് അമൃത. താങ്ക് യു. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രിസ്മസ് സെലിബ്രേഷനിൽ ഷംനയെ വിളിച്ചത്. പിന്നെ അജുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവുമല്ലോ. കാരണം ഓരോ വർഷവും വിശേഷങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. നടനിൽ നിന്ന് പ്രൊഡ്യൂസർ, ഇനി ഡയറക്ഷൻ, അങ്ങനെ പല കാര്യങ്ങളും. സിനിമോട്ടോഗ്രാഫി, മ്യൂസിക്, ലിറിസിസ്റ്റ്. ഒരു ഫോട്ടോ ഇട്ട് ആ ആശ തീർത്തു. ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ട് ആശ തീർത്തു. ഡാൻസ് പഠിപ്പിക്കുന്ന പാട്ട് പാടി ശ്രമിച്ചു. പാളി, അതുകൊണ്ട് അതും നിർത്തി. ഇപ്പൊ തൽക്കാലം ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ തന്നേക്കുന്ന ജോലി അത് ചെയ്യുക. അതിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാം. ശരി, അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് നമ്മൾ ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, റെഡി? യെസ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഞാനിങ്ങനെ ക്രിസ്മസിന്റെ ഒരു ആഘോഷത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനിരിക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണല്ലോ. എന്തെങ്കിലും ചെറുപ്പകാലത്ത് എന്തെങ്കിലും ഓർമ്മയൊക്കെ ഉണ്ടോ അജുന്? എന്താ ചെറുപ്പകാലം ഇല്ലേ? ക്രിസ്മസ് ചെറുപ്പകാലം ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഓർമ്മകൾ സ്കൂളിൽ അപ്പൂപ്പൻ എപ്പോഴും ചെറുപ്പകാലമാണല്ലോ. സ്കൂളിൽ അതായത് മറ്റേ സാന്താക്ലോസ് അപ്പൂപ്പനായിട്ടുണ്ടോ? ഇല്ല, യേശുക്രിസ്തു ആയിട്ടുണ്ട്. ഓ, വെരി ട്രൂ. പിന്നെ അതെ, അന്ന് ഞാൻ ഇങ്ങനെയല്ലായിരുന്നു, ഭയങ്കര നിഷ്കളങ്കനായിരുന്നു. കള്ളനെ പിടിച്ച് യേശുക്രിസ്തുവായിട്ട് ഇങ്ങനെ ആ ഒരു സ്റ്റാച്ചു ആയിട്ട് ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നോ? അതില്ലാത്ത കുറവാണല്ലോ. ഒരു അവസാനം ഒരു ഡയലോഗേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അതെടുത്തത്. പക്ഷേ ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോ ബേസിക്കലി നമ്മുടെ സന്തോഷം സിനിമയാണ്. തിയേറ്ററിൽ പോകാം എന്നുള്ളതാണല്ലോ. വീട്ടിൽ നിന്ന് കൊണ്ടുപോകും, കസിൻസ് വരിക, എല്ലാവരും. അന്ന് മുതലേ ഡാൻസ് ആയിരിക്കും. അതെ, ഞങ്ങളുടെ സ്കൂളിന് ആ ഒരു സമയത്ത് ഇറ്റ്സ് സെലിബ്രേഷൻ. പിന്നെ ഞാൻ പഠിച്ച സ്കൂൾ ക്രിസ്ത്യൻ സ്കൂൾസാണ് രണ്ടും. അപ്പം ക്രിസ്ത്യൻ സ്കൂളിന് അറിയാലോ, ക്രിസ്മസ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നിട്ടേ പിന്നെ ആ ഒരു മാസം ഞങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ കൊണ്ടുപോകാൻ പാടില്ല സ്കൂളിൽ. അതൊരു വലിയൊരു ടാസ്ക് ആണ് നമുക്ക്. ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ മുസ്ലിം ആണല്ലോ, അപ്പം നമ്മൾ ആമീന്നാണ് നമ്മൾ ഖുറാൻ വായിക്കുമ്പം. പക്ഷെ ഞാനും എൻ്റെ സിസ്റ്ററൊക്കെ ഖുറാൻ വായിക്കുമ്പോൾ എല്ലാവരും ഇരുന്ന് ഖുറാൻ വായിക്കുമ്പോൾ നമ്മൾ ആമൻ. അപ്പം എൻ്റെ മമ്മിയൊക്കെ ആമനല്ല ആമീൻ. ഓക്കെ ആമൻ. കാരണം നമ്മൾ സ്കൂളിൽ, കാരണം നമുക്കതൊരു ശീലമായിരുന്നു. ക്രിസ്ത്യൻ സ്കൂൾ ആയതുകൊണ്ട് പള്ളിയിൽ പോകണം. പിന്നെ ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ കളിക്കില്ലേ നമ്മള്, അതൊക്കെ നമ്മൾ സ്കൂൾ, അതിപ്പോഴും ഞാൻ കളിക്കാറുണ്ട് കേട്ടോ. അത് ശീലിട്ടില്ല സിസ്റ്ററിന്റെ കുട്ടികളുടെ കൂടെ. കളിച്ചിട്ടില്ല കുട്ടി. അതുകൊണ്ട് ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് എടുക്കും. അപ്പൊ അന്ന് സർപ്രൈസ് ആയിരിക്കും ആരാണ് എനിക്ക് കൊണ്ടുവന്ന് നമ്മൾ കണ്ടുപിടിക്കും ക്രിസ്മസ് ഫ്രണ്ടിന്. എന്നിട്ട് ആ സമയത്ത് സ്കൂൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഫ്രണ്ട്സ് പരിപാടിയൊന്നും നമ്മൾ പിടിക്കാറില്ലായിരുന്നു. പിടിച്ചിട്ടുണ്ടല്ലോ ചെലവ് കൂടി. അതിപ്പോ അതിനുള്ള പണിഷ്മെന്റ്. ഈ സമ്മാനങ്ങൾ കിട്ടാതെ കരയുക, അല്ലെങ്കിൽ സമ്മാനങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനോ അങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരാണോ നിങ്ങൾ? പിന്നെ ഇപ്പോഴും ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ്. അത് ശരി. അപ്പൊ ഇപ്പൊ ആരെങ്കിലും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നില്ല, മറന്നുപോയെങ്കിൽ സങ്കടാവും അല്ലേ? സങ്കടം എന്നല്ല, ഞാൻ വിളിച്ചു പറയും എനിക്ക് ഗിഫ്റ്റ് വന്നില്ലല്ലോ. എങ്ങനെയാണോ? എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അങ്ങനെ ഇല്ല. പക്ഷെ ഈ മത്സരത്തിന് പങ്കെടുക്കുമ്പോൾ സമ്മാനം കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ സ്ഥിര സ്വഭാവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഫസ്റ്റ് ചിലവർക്കില്ല. അജുവിനെ കാണുമ്പോൾ തന്നെ അറിയാം അജുന് അങ്ങനത്തെ ഒരു മത്സരത്തിൽ പങ്കെടുത്താലല്ലേ ഉള്ളൂ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന തൊട്ട് കോളേജ് പഠിക്കുന്നവരെ ഞാൻ ഒരു മത്സരത്തിൽ പങ്കെടുത്തില്ല. ആകെ എൻ്റെ ഓർമ്മയിൽ 5ാം ക്ലാസ്സിലൊരു ഭടനായിട്ട് എന്നെ ഒരു യമലോകം എന്ന് പറയുന്ന നാടകത്തിൽ നിർത്തി. യമലോകം ഭടൻ. പിന്നെ ഈ യേശുക്രിസ്തുവായിട്ട് പള്ളിയിലെ ഏതൊരു പരിപാടിക്ക്
അപ്പം എനിക്കൊന്നും പെട്ടെന്ന് കിട്ടിയില്ല ആരെയും. അങ്ങനെ ഈ രണ്ട് യാദൃശ്ചികമായി ഞാൻ ഭാഗമായതേ ഉള്ളൂ. ഞാനും ശ്വാസികയൊക്കെ മത്സരങ്ങൾ മാത്രം കണ്ട് എല്ലാ വർഷവും പഠിപ്പില്ലയോ, മത്സരങ്ങൾ ഉണ്ടാവും. അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര സന്തോഷമാണ്. ഓൺ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു എനർജിയാണ് നിങ്ങൾക്ക്. ഞാനതല്ല, എൻ്റെ ദൈവമേ, ഇതിപ്പോ അപ്പുറത്ത് ഇരുട്ടൊക്കെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അല്ലെങ്കിലും നമുക്ക് അപ്പുറത്ത് നമ്മൾ മൂന്നുപേര് മാത്രമേ വീടാണ്. അല്ല, അതെ, അത് ശീലമല്ല, അതുകൊണ്ടാണ്. മറ്റേ നമുക്ക് ഷൂട്ടിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ചുറ്റും നമ്മുടെ ചേട്ടന്മാരാണ് ബേസിക്കലി, അല്ലേ? ക്യാമറ ആണെങ്കിലും ADs ആണെങ്കിലും ആ ഇൻഹിബിഷൻ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റേജ് ഇല്ല. ഇനി എനിക്കറിയാം, കാരണം നമ്മുടെ അമ്മയുടെ ഷോന്റെ സമയത്ത് ഇവരെ ഒന്ന് ഡാൻസ് കളിപ്പിക്കാൻ, ഞാനും ഇവരെ ഡാൻസ് കളിപ്പിക്കാൻ വലിയ സ്റ്റാർസ് ഒക്കെ വന്നിട്ട് വിളിക്കാൻ, എന്നിട്ട് ഇവരൊക്കെ വിളിപ്പിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ഡാൻസ് കളിക്കില്ല? അത് പേടിയോ കളിക്കും മര്യാദക്ക് ഡാൻസ്. ഞാൻ പോയി അച്ഛൻ്റെ ഡാൻസ് കളിക്കാം, ഷംന പ്ലീസ്, ലാസ്റ്റ് കെഞ്ചലായി ഡാൻസ് കളിക്കും. അല്ലാതെ ആസിഫ് അവസാനം സമ്മതിച്ചു, ആസിഫ് കളിച്ചു, ഞാൻ കളിച്ചു. അതല്ല, വേറെ വഴിയില്ല. അമ്മ ഷോ ആയതുകൊണ്ട് നമുക്ക് സിനിമയിൽ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ക്യൂട്ടായിട്ട് കളിക്കും. നമ്മുടെ നടൻ പ്രഭു ഒക്കെ കളിക്കുന്ന പോലെ ഭയങ്കര ക്യൂട്ടാണ് അജു. ഇങ്ങനെ ഓരോ മനസ്സിലായി. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ നടക്കൂല. ചെറിയ ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് ഒരു ഗെയിം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു വിഷ്വൽ ഗെയിമാണ്. ഓക്കെ, അപ്പൊ വിഷ്വൽ വരുമ്പോ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഓട്ടം ചാട്ടം. ആദ്യം ഷംന തന്നെ ചെയ്യട്ടെ. നമുക്ക് നോക്കാം എന്താണ് വരുന്നത് എന്ന്. തെറ്റാണല്ലോ. ഇഷ്ടമുള്ള സിനിമ എന്താണ് ഷംന, ഇത് സംഭവം മനസ്സിലായില്ലേ? അതായത് വിഷ്വലിലുള്ള പാട്ട്, ഒറിജിനൽ പാട്ട് ഏതാണെന്ന് ഷംന പറയണം. മനസ്സിലായി? പാട്ടുകാരിയാണോ ഞാൻ? ഇത് അപ്പൂട്ടനല്ലേ സിനിമ? കൊട്ടാരം വീട്ടിലെ അപ്പുക്കുട്ടൻ. അത് സിനിമ. ഏതായിരിക്കും ആ ജയറാമേട്ടന്റെ ആ ഒരു വിഷ്വൽ കണ്ടപ്പോ ഒരു പാട്ട് മനസ്സിൽ ഓർമ്മ വരുമായിരിക്കും? അറിയാം, ഇല്ല ഞാൻ പറയാം. എന്താണ്? കിട്ടും, ഷംനയ്ക്ക് കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഈ സിനിമയുടെ ക്ലൈമാക്സിന് വേണ്ടി ഞാൻ എപ്പോഴും നിൽക്കും. സോ ഗുഡ്. സോ ഇതെന്തായിരുന്നു? ഒരു ക്ലൂ തരൂ. എന്തെങ്കിലും ഒരു ക്ലൂ ഒക്കെ തരാലോ, പാട്ടിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ. അതായത് അതിനകത്തുള്ളൊരു വേർഡ് ഊഞ്ഞാലുണ്ട്. അല്ല, എന്താണ്? പോപ്പുലർ സോങ്, വെരി ഹിറ്റ് സോങ്. കാവുണ്ട് അതില് ഒരു ആദ്യത്തെ ഒരു വരി പാടിക്കോ, എന്നാലാണ് ഞാൻ മാർക്കോ. എന്തായാലും ആവണി പൊന്നൂനാൽ ആടിക്കാം നിന്നെ ഞാൻ. അടിപൊളി. ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ ഇവിടുത്തെ ഞാൻ വെക്കുന്ന ഒരു നിയമം വെച്ചിട്ട് ഷംന തോറ്റു. കുഴപ്പമൊന്നുമില്ല, തോൽക്കുന്നത് എനിക്കൊരു പുത്തേരിയല്ല. തോൽവിയിലൂടെ എപ്പോഴും ഞാൻ ജയിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളാണ്. അതാണ്. ഇനി അടുത്തത് നമുക്ക് അജുവിനുള്ള വിഷ്വലാണ്. ഇതുപോലെ തന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ എനിക്ക് അത് കർത്താവേ നീ കൽപ്പിച്ചപ്പോൾ അതാ എനിക്ക് അങ്ങനെയല്ല. ഇതൊരു ഇതിനകത്ത് ചിരിയുണ്ട്. ചിരി. സോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തോക്കുന്നതായിരിക്കും. ആലോചിച്ചാൽ കിട്ടും. എനിക്കെന്താ അറിയോ, ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്റെ മനസ്സിൽ മുല്ലുണ്ട്. ഒരു ഇല്ലടോ. എന്താ ചേട്ടാ? ചിരിമണി മുല്ലേ ചിത്തിര മുല്ലേ. വേണ്ട ചേട്ടാ, വേണ്ട. അടിപൊളി. അപ്പൊ രണ്ടുപേരും തോറ്റു. ഇനി അടുത്ത വീണ്ടും നമ്മൾ ഷംനയ്ക്ക് കൊടുക്കാം. തിരിച്ചു പിടിക്കണേ. ഷംന ഇത് എന്തായാലും പറഞ്ഞേ പറ്റൂ. നോക്ക്.
ആ പാട്ടിൽ അപ്പോഴാണ് മറന്നു പോവാ. ഇതിൽ ഒത്തിരി ഡാൻസ് കളിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്കോ വാങ്കോ നമ്മള് കേട്ടു. ഈ പാട്ട് ഞാനും എന്റെ സിസ്റ്ററും ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഇത് എന്താണ് ഡാൻസുകാരികൾ എല്ലാവരും ആണല്ലേ? ഒരു മിനിറ്റ്, മെഡിറ്റേറ്റ് വെയിറ്റ്, റിലാക്സ്, കൊച്ചു കൊച്ചു സന്തോഷം. മിണ്ടായിരിക്കട്ടെ അവിടുന്ന്. എന്തെങ്കിലും ഒരു ഒരു വേർഡ് എടുത്താ എനിക്ക് പ്ലീസ്. വൃന്ദാവനം. മധുമൊഴി രാസകേളി. രാസകേളി. വെയിറ്റ്, എന്നെ മാത്രം. ഞാൻ പറയാം, നിങ്ങൾ കട്ട് ചെയ്യരുത് പ്ലീസ്. ഞാൻ പറഞ്ഞുതരാം. ഗിവ് മീ 2 minutes. അവര് കട്ടിയില്ല, അവർക്ക് ഇതാ വേണ്ട. സമയം കഴിയാറായിട്ടോ. അങ്ങനെ പറയരുത്. അജുവിന് തല്ലും. എനിക്കറിയില്ല. സമയ വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞുതരാവേ. അതെ, ഞാൻ ഡാൻസ് കളിച്ചു നോക്കിയാൽ ചിലപ്പോ വരുമോ. ഒരു മിനിറ്റ്. ആ ഡാൻസ് കളിച്ചാൽ കിട്ടുമത്. അതാണ് പാട്ട്. ശിവ അല്ല മോള്, അതാണ്. അതല്ലേ പാട്ട്? അതാണ് പാട്ട്. ശിവ അതല്ല. അതല്ലേ ഇത്? അതല്ല, ഞാൻ പറയുന്ന സത്യമാണ്. അപ്പൊ പിന്നെ അല്ല. ഏതറിയോ? ഘനശ്യാമ വൃന്ദാവനം. ഞാൻ അതാ വിചാരിച്ചേട്ടോ. നമുക്ക് എന്തായാലും പാട്ടൊന്ന് കാണാം. തോറ്റു. വീണ്ടും തോറ്റു. അപ്പൂപ്പ, പക്ഷെ ഇത് ഞാൻ വിചാരിച്ചു ഷംന പറയും. ശിവകരി കൺഫ്യൂഷൻ വന്നു, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, മനുഷ്യരായ കുറച്ചൊക്കെ കൺഫ്യൂഷൻ വരും. പക്ഷെ തോറ്റു. Red നമുക്ക് നോക്കാം, ചിലപ്പോ മൂന്നാമത്തിലാണ്. സോ ലെറ്റ് മീ സീ. വരട്ടെ. അടച്ചു വെക്കാൻ. ചെവി അടച്ചു വെച്ചിട്ടൊന്നും ഒഫീഷ്യലി കണ്ടു. നമുക്ക് പാടാം സ്റ്റേജിലൊക്കെ. ആ വരി പാടി നോക്കാം. അപ്പൊ ചിലപ്പോ പാടി വാ. തെന്നി വളകൾ കൊഞ്ചി കൊഞ്ചി കഥകൾ നെയ്ത് വന്ന പൂങ്കാറ്റെ കുളിരു കമ്മലിട്ട് കവിളിലൊന്ന് തൊട്ട് പുണുങ്ങി കൂടി കളിയാടാ. അതിനൊരു പോയിന്റ് കിട്ടുമോ നമുക്ക് നോക്കണമല്ലോ. നോക്കാം. ദ്രോഹാട്ടോ. മഴവില്ല. ഇത് മറ്റേ അവിടെ ഐസ്ക്രീം സ്ക്രീനില് വരുമ്പം ഒരു പാട്ട് എനിക്കറിയില്ല. റൊമാൻറ്റിക് സോങ് ആണ്. പൊന്നാലത്തുമ്പിയോ റൊമാൻറ്റിക്. നിലാക്കായൽ. ആദ്യത്തെ വേർഡ് അതല്ല, നിലാക്കായലുണ്ട്. ആ നീലാവേ. ഏത് നിലാവേ അല്ല. രാവിൻ. രാവിൻ നീലാക്കാടി. അതെ. നിങ്ങൾ തമ്മിൽ ഇത്ര സ്നേഹമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതായത് ഒരാള് തോക്കുമ്പോൾ അടുത്തയാള് തോക്കുന്നു, ഒരാൾ പകുതി ജയിക്കുമ്പോ മറ്റേ എന്താ അങ്ങനെ. ഞാൻ വിചാരിച്ചു നിങ്ങൾ അതാണ്. ശരി, അപ്പൊ എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനം തരാം. ഒരു കുഞ്ഞു സമ്മാനം. അപ്പൊ ഇനി ഷംന മറ്റേ ആ ഡാൻസ് കളിക്കണമെന്ന്. കൊലുസ് തെന്നി തെന്നി. ഞാൻ തോറ്റതുകൊണ്ട് എനിക്ക് ടാസ്ക്. തോറ്റതുകൊണ്ടല്ല, പിന്നെന്താ, ഇവിടെ ഇപ്പൊ രണ്ടുപേരും തോറ്റല്ലോ. അപ്പൊ ഡാൻസ് ആണ് നമ്മൾ ടാസ്ക് കൊടുക്കാറ്. പക്ഷെ അജു അങ്ങനെ ഡാൻസ് അല്ലാത്തോണ്ട് ഞാൻ പാട്ട് പാടാം. ഫസ്റ്റ് പാട്ട് കേൾക്കാം, എന്നിട്ട് നമുക്ക്. ഇല്ല അങ്ങനെ നമുക്ക്. ഞാനൊരു കാര്യം ചോദിച്ചു, ഒരാളും വെറുതെ ഒന്നും പറയില്ല. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലായിട്ട് വെറുതെ ഒന്നും പറയില്ല. അതല്ല ഞാൻ പറഞ്ഞത്, ഞാനും തോറ്റല്ലോ. ഷംന ഒറ്റയ്ക്ക് ആ ശിക്ഷ ഏറ്റെടുക്കാണ് ഡാൻസ്. ഷംനക്ക് ഡാൻസ് ഒരു ശിക്ഷ അല്ലല്ലോ, പാട്ട് എനിക്ക് ശിക്ഷയാണ്. അല്ല പക്ഷെ എന്നാലും
ഏട്ടൻ അത് ഞാൻ ഏറ്റെടുക്കാം. അപ്പൊ ഒരു പാട്ട് എല്ലാവരും കൂടെ നമുക്ക് ഒരുമിച്ച് പാടാം. റെഡി. നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ ഇതളോ മഞ്ഞിൽ വിരിഞ്ഞ